Hello everyone, welcome to this new IT practical video. And ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേറ്റാബേസ്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് സർ ഡേറ്റാബേസ്. അപ്പോൾ നമ്മൾ ഡേറ്റാബേസിനെ വളരെ ഈസി ആയിട്ട് ആൻഡ് നിങ്ങളുടെ പ്രാക്ടിക്കലിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2020 മോഡലിൽ വന്നൊരു ചോദ്യം അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൽ തന്നെ വേറെ ഫയൽ നെയിം, വേറെ ടൈറ്റിൽ, വേറെ ക്വയറിയൊക്കെ ആയിട്ട് സെയിം സാധനം വരും. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തലയിൽ കയറുള്ളൂ, കണ്ടുകൊണ്ട് മാത്രം കയറില്ല. ഓക്കെ. ആൻഡ് ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് പ്രാക്ടിക്കലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും ഞെക്കുക, അത് പോയി കാണുക. എല്ലാ ആപ്ലിക്കേഷൻസിനുണ്ട്, അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഇതൊക്കെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക. മലയാളം മീഡിയംകാർ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. മലയാളം മീഡിയം സ്ക്രീൻഷോട്ട് എടുത്തോ. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഞാൻ പോവാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ ആർ ഗിവൺ ഇൻ ഫയൽ നെയിം. ഓക്കെ, ഒരു ഫയൽ നെയിം students.odb എക്സാം ഡോക്യുമെന്റ്സിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് സെലക്ടഡ് ഫോർ ഗ്രൂപ്പ് ഡാൻസ്. കലോത്സവത്തിന് ഗ്രൂപ്പ് ഡാൻസിന് സെലക്ട് ആയ കുട്ടികളെ സെലക്ട് ചെയ്യണം. ഇനി ഇവർ പറഞ്ഞ സ്റ്റെപ്പ് അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ എന്ത് ഈ സ്റ്റെപ്സ് അങ്ങനെ ഫോളോ ചെയ്യാം. ആദ്യം തന്നെ ഓപ്പൺ ദ students.odb ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോമിലേക്ക് ഞാൻ പോകുന്നു. ഇനി എന്താ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ നോക്കുക students.odb. ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്സ് അങ്ങനെ തന്നെ വായിക്കാം. ഓക്കെ. സേവ് ആസ്, ഈ ഫയലിനെ സേവ് ആസ് ചെയ്യണം. എന്താണ്? ഫോൾഡർ ഇൻ എക്സാം 10 എക്സാം ഡോക്യുമെൻറ്റ്സിൽ എക്സാം 10 സേവ് ചെയ്യുക. ആൻഡ് എന്താണ്? നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് ഫയൽ നെയിം കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ സേവ് ആസ് കൊടുക്കുന്നു. നിങ്ങളുടെ ഹോമിൽ വരുന്നു. ഹോമിൽ വന്നിട്ട് എക്സാം 10 നിൽക്കുന്നു. നിങ്ങളുടെ റോൾ നമ്പർ എത്രയാണ്? നിങ്ങളുടെ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ ക്വസ്റ്റ്യൻ നമ്പർ. സേവ് നിൽക്കുന്നു. അപ്പോൾ സേവ് ആസ് ആയി, റെഡി. ഇനി നമുക്ക് എന്താ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി പ്രിപ്പയർ എ ക്വയറി. ഓക്കെ, ഒരു ക്വയറി ഉണ്ടാക്കണം. എന്താണ്? സോ ആസ് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദ സെലക്ടഡ് ഗ്രൂപ്പ്. എന്താണ്? ഒരു കണ്ടീഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വയറി എവിടെ ഉണ്ടാക്കുക? നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് ടേബിൾ കാണാം, ക്വയറി കാണാം, ഫോംസ് കാണാം, റിപ്പോർട്ട് കാണാം. നിങ്ങൾ ക്വയറിയിൽ പോകണം. ഓക്കെ. ക്വയറിയിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ യൂസ് വിസർട്ട് ടു ക്രിയേറ്റ്, അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തൊന്നും സംഭവിക്കില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കിവിടെ കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട്, കുറേ ഫീൽഡുകളുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണ്? തിരിച്ചിവിടേക്ക് പോകാം. എവിടെ പോയി? പ്രിപ്പയർ എ ക്വയറി സോ ആസ് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഇവർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫീൽഡുകൾ. ADNO, അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, കലോത്സവം. ഓക്കെ. അപ്പോൾ നോക്കിയാൽ അഡ്മിഷൻ നമ്പർ നിൽക്കുക. നെക്സ്റ്റ് ഇത് നിൽക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യാൻ എല്ലാം വരും കേട്ടോ. അത് വേണ്ട. നമുക്ക് അഡ്മിഷൻ നമ്പർ, നെയിം, പിന്നെ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ക്ലാസ്, കലോത്സവം. ഓക്കെ. ക്ലാസ്, കലോത്സവം. എവിടെ പോയി? ക്ലാസ്, പിന്നെ ഡിവിഷൻ ഒന്നും വേണ്ട, കലോത്സവത്തിലേക്ക് പോവാം. കലോത്സവം. ഓക്കെ. ഇനി ഫിനിഷ് നിൽക്കരുത്. നെക്സ്റ്റ് ഇത്രയും ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സോർട്ടിങ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഫ്രണ്ടും താഴേക്കാണോ, ബാക്കും താഴേക്കാണോ, അസെൻഡിങ് ഓർഡറിലാണോ എന്ന് ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അസെൻഡിങ് ഓർഡറിനെ പറ്റി നമ്മുടെ ഇതെടുക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? സെർച്ച് കണ്ടീഷനിൽ ആകെ എന്താണ് കൊടുത്തത്? കലോത്സവം ഗ്രൂപ്പ് ഡാൻസ് ആയിരിക്കണം. ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. ഓർഡറോ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് പോകാം. ഇത് നെക്സ്റ്റ് കൊടുക്കാം, വെറുതെ നെക്സ്റ്റ് കൊടുക്കാം. സെർച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കലോത്സവത്തിൽ ഇവർ പറഞ്ഞു എന്താണ് കലോത്സവം, എന്തായിരിക്കണം കലോത്സവത്തിലെ ഐറ്റം? ഗ്രൂപ്പ് ഡാൻസ് ആയിരിക്കണം. ഓക്കെ. = തന്നെ കൊടുത്തല്ലോ. ഇവിടെ നോക്കിയേ, കലോത്സവം എന്ന് പറയുന്ന സാധനം = ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പ് ഡാൻസ് വന്ന കാര്യം ഓക്കെ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ സ്പേസ് ഇടാണ്ടോ ക്യാപിറ്റൽ പോയാൽ അപ്പോൾ പോയി. ഓക്കെ. അപ്പോൾ നിങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ആക്ടിവിറ്റി മാറിപ്പോയി. നമ്മുടെ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് ക്യാപിറ്റൽ, ഇത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യും. ഓക്കെ. ഗ്രൂപ്പ് ഡാൻസ്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഡീറ്റെയിൽസ് ഓർ സമ്മറി ഒന്നും നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല. ഏലിയസസ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ്? ഓവർവ്യൂ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ വന്ന സാധനം നോക്കാം. ഓക്കെ. ഇവിടെ പോയി ഇവിടെ നോക്കിയേ. ഇനി നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗ്രൂപ്പ് ഡാൻസ്. പ്രിപ്പയർ എ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളൂ, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ഫിനിഷ് കൊടുക്കാം. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ ക്വയറി സ്റ്റുഡൻസ് അവിടെ തന്നെ നിന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. ഓക്കെ. ഇത് കിട്ടി. ഇതാണ് ഗ്രൂപ്പ് ഡാൻസിൽ വരുന്ന കുട്ടികളുടെ സെർച്ച് റിസൾട്ട്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ക്ലോസ് ചെയ്യണം. എനിക്കിപ്പോൾ ആവശ്യമില്ല, അത് റെഡിയാണ്, അവിടെ ഉണ്ടാവും. അപ്പോൾ ക്വയറിയിൽ നോക്കിയാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത് എന്താണ് പറഞ്ഞത്? പ്രിപ്പയർ എ റിപ്പോർട്ട് ഡിസ്പ്ലേയിങ് ദ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഇൻ ദ ക്വയറി. അപ്പോൾ ഈ ക്വയറിയിൽ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഫയൽ നെയിം സേവ് ചെയ്യണം. ഗ്രൂപ്പ് ഡാൻസ് ഇൻ എക്സാം 10. അതാണ് ചെയ്യേണ്ടത്. ക്വയറി നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് സേവ് ഒക്കെ ആയിരുന്നു. ക്വയറി സ്റ്റുഡൻസ്. ഇനി ഈ ഫോം അല്ല വേണ്ട, റിപ്പോർട്ടാണ്. അപ്പോൾ റിപ്പോർട്ടിനൊക്കെ റിപ്പോർട്ടിൻ്റെ അടിയിൽ യൂസ് വിസർഡിനൊക്കെ. ഓക്കെ. വിസർഡ് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് എന്തൊക്കെയോ പൊളിഞ്ഞു തോന്നുന്നു അല്ലേ? ഇയാളെ നമുക്ക്
മാറ്റി വെക്കാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എല്ലാവരെയും വേണം. ഓക്കെ, ഇത് വെച്ചിട്ട് എല്ലാവരും നമ്മുടെ ക്വയറിയാണിത്, ക്വയറി സ്റ്റുഡൻസ് ഉണ്ടാക്കിയോണ്ട് അത് വെച്ചിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവരെയും വേണ്ടോണ്ട് ഈ ഡബിൾ ക്ലിക്ക് നിൽക്കാം. ഓക്കെ, എല്ലാവരും കിട്ടി. ഇനി ഫിനിഷ് അല്ല, നെക്സ്റ്റ് നിൽക്കാം. ലേബലിംഗ് ഫീൽഡിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നിൽക്കാം. ഗ്രൂപ്പിങ്ങിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് എല്ലാം ഗ്രൂപ്പ് എല്ലാം വേണമല്ലോ, അപ്പോൾ നമ്മൾ എല്ലാം കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? സോർട്ടിങ്ങിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഓർഡർ ഫ്രണ്ടിന് സ്റ്റാർട്ടാണ്, കൂട്ടി കുറയണം, ഒന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് കൊടുക്കാം. ഇനി എന്താണ്? ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ചൂസ് ലേഔട്ടിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റനിൽ. നെക്സ്റ്റ് കൊടുക്കാം. ഇനി എന്താണ്? ടൈറ്റിൽ ഓഫ് റിപ്പോർട്ട്. ശ്രദ്ധിച്ചേ, ടൈറ്റിൽ ഓഫ് റിപ്പോർട്ടിൽ ഗ്രൂപ്പ് പ്രിപ്പയർ റിപ്പോർട്ട് എന്താണ്? എൻ്റെ ഫയൽ നെയിം എന്താണ്? ഗ്രൂപ്പ് _ ഡാൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് തന്നെ പേരിടുക. അപ്പോൾ എന്നാൽ ഗ്രൂപ്പ് ഡാൻസ് ആണോ സ്റ്റുഡൻസ് തന്നെ മറന്നേ, ഗ്രൂപ്പ് _ ഡാൻസ്. ഓക്കെ, അവിടെ ഇപ്പോൾ എൻ്റെ സാധനം പെട്ടി ഡാൻസ്. ഓക്കെ, ആ സേവ് ചെയ്തു. ഇനി ഫിനിഷ് നിൽക്കാം. കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട് വന്നു. ഇതാണ് വേണ്ടത്. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് സേവ് ചെയ്തല്ലോ സംഭവം? പ്രിപ്പയർ റൂട്ട് ആൻഡ് ഫയൽ നെയിം സേവ് ചെയ്ത് വെക്കുക. എൻ്റെ എക്സാം 10 സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സേവ് ആസ് നിൽക്കുക. എൻ്റെ എക്സാം 10 സേവ് ചെയ്യുക. നിങ്ങളെന്താ നിങ്ങളുടെ ഹോമിൽ പോവുക, എക്സാം 10 പോവുക. എൻ്റെ ഗ്രൂപ്പ് _ ഡാൻസ് പറഞ്ഞിട്ട് സേവ് ചെയ്യുക. ഇവിടെ സേവ് ആക്കി വെച്ചു. ഓക്കെ, കഴിഞ്ഞ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തു. ഇങ്ങനെയാണ് ഡേറ്റാബേസിൻ്റെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡേറ്റാബേസിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും കാണാൻ ആവശ്യമുള്ള പോലെ. ഇതിനെക്കാട്ടും ഓപ്ഷൻസോ തിയറിയോ ക്വസ്റ്റ്യൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻസിൽ അറിയിക്കുക. ഞാൻ കൂടുതലും വീഡിയോ ചെയ്തുതരാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾക്ക് വേറെ എന്താണ് വീഡിയോ വേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്രാവശ്യം IT എക്സാമിൻ്റെ സ്റ്റുഡൻസിന് ഫുൾ A+ കിട്ടണം. ബാക്കി സബ്ജക്റ്റിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടെന്ന് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കാണാൻ പറയും. ഓക്കെ.